ഹായ് ഹലോ ട്രെൻഡിങ് ഫാമിലി നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോകുന്ന വീഡിയോ ആണ് ഇടുന്നത്. അതും ഇടുക്കിയിലേക്കാണ് യാത്ര ചെയ്തത്. അപ്പം ഇടുക്കിയിൽ ഒരു ദിവസം കൊണ്ട് നമ്മൾ കണ്ടതും നമുക്ക് കാണാൻ പറ്റിയതായിട്ടുള്ള യാത്രയും കാര്യങ്ങളും എവിടെയൊക്കെ സ്പോട്ടാണ് നമുക്ക് കവർ ചെയ്തതെന്നും എല്ലാം കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ആദ്യം നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്ന വഴി തന്നെ റോഡ് സൈഡിലായിട്ട് കാഞ്ഞാർ എന്ന് പറഞ്ഞ ഭാഗത്ത് ഇപ്പം റോഡ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു തീം പാർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു തീം പാർക്കിലാണ് നമ്മൾ ആദ്യം ഇറങ്ങിയത്. ഇവിടെ നമ്മൾ കുറച്ചു നേരം നിന്ന് ഇവിടെ റിസർവോയറിലെ വെള്ളമാണോ എന്നറിയത്തില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മരങ്ങളും നല്ല തണലും ഒക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള ഏരിയയും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ഇടുക്കിയിലേക്ക് അങ്ങോട്ട് പോകുവാണെങ്കിലും ഇനി തിരിച്ചു വരുവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ച് ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. കുറച്ച് റിലാക്സ് ചെയ്തിട്ട് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കുറച്ച് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് നമ്മൾ യാത്ര തുടർന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. വണ്ടിയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ പോയെന്ന് വെച്ചാൽ നാടുകാണി പവലിയൻ എന്ന് പറയുന്ന സ്പോട്ടിലേക്കാണ്. അത് അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ് ഉണ്ട് കയറണമെങ്കിൽ. അവിടെ ഒരു വ്യൂ പോയിന്റ് ആണുള്ളത്. പാസ് 25 രൂപയാണ് മുതിർന്നവർക്ക് നിരക്ക് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 15 രൂപ നിരക്ക് വരുന്നുണ്ട്. പിന്നെ സെപ്പറേറ്റ് കാർ പാർക്കിങ്ങിനോ അങ്ങനെ ഫീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ആ കാണുന്ന ബിൽഡിങ്ങിൽ മുകളിൽ നിന്നും നമുക്ക് ഈ പറയുന്ന വ്യൂ പോയിന്റ് കാണാം. അതുപോലെ താഴെ നിന്നും നമുക്ക് ഒരു വ്യൂ പോയിന്റ് ആസ്വദിക്കാം. പിന്നെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല നീറ്റാണ്. അതെനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ എടുത്ത് പറയുന്നത്. നമുക്ക് എവിടെ യാത്ര ചെയ്താലും നമുക്ക് വാഷ്റൂമിൽ പോകുക അല്ലെങ്കിൽ വാഷ്റൂം വൃത്തിയിലാതിരിക്കുക അതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഇടുക്കിയിൽ പോയിട്ട് എവിടെ പോയിട്ടും ഈ പറഞ്ഞ സ്ഥലത്താണെങ്കിൽ ഹിൽ വ്യൂ പോയിന്റിലൊക്കെ പോയിട്ട് എനിക്ക് ഏറ്റവും നല്ലപോലെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഈ ഒരു വ്യൂ പോയിന്റിൽ കൂടി കാണുന്നത് ഈ ഒരു ഭാഗമാണ്. നല്ല രസമാണ് കാണാൻ. നമ്മൾ പോയത് ഉച്ചയോട് അടുത്തത് കൊണ്ട് തന്നെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ല ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈം ആണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരുന്നു. കാരണം ആ ഒരു മഞ്ഞൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരുന്നേനെന്ന് എനിക്ക് തോന്നി. പിന്നെ അതിനോട് ചേർന്നൊരു പാർക്കുണ്ട്. അവിടെ ഞങ്ങൾ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു. കാരണം കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കളിക്കുന്നതൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അവനെ ഒരുപാട് നേരം നമ്മളിരുത്തി കളിപ്പിച്ചിട്ടാണ് ഇവിടുന്ന് യാത്ര തുടർന്നത്. അവിടുന്ന് നമ്മൾ യാത്ര തിരിച്ച് കുറച്ച് മുന്നോട്ട് വരുമ്പോഴേക്കും കാണുന്നതാണ് ഈ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അത് പോലീസ് സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു വ്യൂ ഉള്ളത്. ഇതും റിസർവോയറിലെ വെള്ളമാണോ എന്നറിയത്തില്ല. പക്ഷേ നിറച്ച ആമ്പൽ എന്ന് പറഞ്ഞാലും ഇഷ്ടം പോലെ ആമ്പൽ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. നമുക്കത് വീഡിയോയിൽ നമുക്കത് കാണാൻ പറ്റുന്നില്ല. കാരണം വെയിലും കൂടി ഉള്ളതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്. നമുക്ക് ചായയൊക്കെ കുടിക്കണമെങ്കിലും സ്നാക്സ് ഒക്കെ കഴിക്കണമെങ്കിലും ഇതിനോട് ചേർന്നൊരു കടയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറേ നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ല തണുത്ത കാറ്റാട്ടോ ഇവിടെ. ഈവനിങ് ടൈം ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ നമുക്ക് അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി നിൽക്കാം. പക്ഷേ ചെളി ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ കാണുന്നതാണ് കുളമാവ് ഡാം എന്ന് പറയുന്നത്. ഈ ഡാമിൽ നമുക്ക് നിർത്താനോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ അവിടെ നിർത്തിക്കൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നമുക്ക് പറ്റില്ല. വണ്ടി നിർത്താനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ആ കാണുന്ന ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്ന് നമ്മൾ വണ്ടി നിർത്തി അവിടെ കുറച്ച് നേരം ഒന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷെ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാനോ ഒന്നും അവർ സമ്മതിക്കത്തില്ല. പിന്നെ അത് കഴിഞ്ഞൊരു 100 മീറ്റർ മുന്നോട്ട് വരുമ്പം ആണ് കുളമാവ് ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണുന്നത്. ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നോക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് മുന്നോട്ട് പോയപ്പോയേനെ. ഞങ്ങൾ അവിടെ ആൾ നിൽക്കുന്ന കണ്ടുകൊണ്ട് നിർത്തി നോക്കിയപ്പോഴാണ് കണ്ടത്. ഇവിടെ എന്തൊക്കെയോ മെഷീനറിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു കടയുണ്ട്. KPR എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, ഭക്ഷണശാല എന്ന് പറഞ്ഞ്. ആ ഒരു ഷോപ്പിൽ നമുക്ക് വേണമെങ്കിൽ ചായയും വെള്ളമൊക്കെ കുടിക്കാം, സ്നാക്സ് ഒക്കെ കഴിക്കാം. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ അപ്പോഴാണ് കണ്ടത് നമ്മുടെ പപ്പട പോളി അല്ലെങ്കിൽ പപ്പട വട എന്ന് പറയും, അത് പൊരിക്കുന്നത്. അവിടെ ലൈവായിട്ട് തന്നെ അവർ തന്നെ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ രുചിയിൽ ഞാൻ ഇത്രയും നാൾ കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതേ രുചിയിൽ ഞാൻ അവിടെ നിന്നാണ് കഴിക്കുന്നത്. ഒന്നല്ലാട്ട് ഞാൻ 2 എണ്ണം കഴിച്ചു. പിന്നെ കുഞ്ഞിനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞിനും വാങ്ങിച്ചു കൊടുത്തു. എല്ലാവരും കഴിച്ചു. ആ ഒരു ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഹിൽ വ്യൂ പാർക്കിലേക്കാണ്. ഇതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി താഴെ പാർക്ക് ചെയ്ത് ഒരു 200 മീറ്റർ മുകളിലോട്ട് കയറുമ്പോഴാണ് ഇങ്ങനെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ മുതിർന്നവർക്ക് 25 രൂപയും കുഞ്ഞുങ്ങൾക്ക് 15 രൂപയാണ് നിരക്ക് വരുന്നത്. ഇവിടെ പാർക്കിങ്ങിന് ഫീയോ കാര്യങ്ങളൊന്നുമില്ല.
200 മീറ്റർ മുകളിലോട്ട് കയറുമ്പോഴാണ് ഈ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു റെസ്റ്റ് ഏരിയ ഉണ്ട്, നമുക്ക് അവിടെ വേണമെങ്കിൽ വിശ്രമിക്കാം. പിന്നെ അതിനടുത്ത് തന്നെയായിട്ട് ടോയ്ലറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വാഷ്റൂംസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അവിടുന്ന് ഒരു 100 മീറ്റർ മുകളിലോട്ട് വരുമ്പോഴാണ് അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. അവിടെ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നും ഒരു 100 മീറ്റർ മുകളിലോട്ട് വരുമ്പോഴാണ് ഈ പറയുന്ന ഹിൽ വ്യൂ പാർക്കുള്ളത്. നമുക്ക് മുകളിലോട്ട് കയറുന്നതിന് വലിയ പാടോ കാര്യങ്ങളൊന്നുമില്ല. താഴെ വന്നപ്പോഴേക്കും പറഞ്ഞു ഒരുപാട് കയറാനുണ്ടെന്ന്, പക്ഷെ അതിന് മാത്രമൊന്നും കയറാനില്ല. പ്രായമുള്ളവർക്കാണെങ്കിലും ഒക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കയറാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. മുകളിലോട്ട് വരുമ്പം കാണുന്നതാണ് ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇടുക്കി ആർച്ച് ഡാം നേരെ കാണുന്നതാണ്. അതിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് കാണുന്നത്, വലത്തെ സൈഡിലും കാണുന്നത് കുറവൻമലയും കുറവത്തി മലയും എന്ന് പറയും. ഈ ഒരു കുറവൻമലയുടെയും കുറവത്തി മലയുടെയും ഇടക്കാണ് നമ്മുടെ ആർച്ച് ഡാം സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ്, നല്ല ഭംഗിയാണ്. ശരിക്കും നമുക്കൊരു അത്ഭുതം എന്നാണ് വേണമെങ്കിൽ പറയാം. അതുപോലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കാരണം പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ കാണുന്നതാണ് ചെറുതോണി ഡാം എന്ന് പറയും. പിന്നെ ഈ കാണുന്നതാണ് വൈശാലി കേവ് എന്ന് പറയുന്നത്. നേരെ കാണുന്ന ആർച്ച് ഡാമാണ്. ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ റൈറ്റ് സൈഡിലോട്ട് ഒത്തിരി ഇങ്ങനെ കാണാനുണ്ട് ശരിക്കും നമുക്ക്. നമ്മൾ ചെറുതോണി ഡാം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന അടുത്ത സൈഡിൽ കാണുന്നതാണ് ചെറുതോണി ഡാം എന്ന് പറയുന്നത്. നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ അധികം പറ്റുന്നില്ല. ഇതാണ് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളത്. ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ചെറുതോണി ഡാം മഴയുടെ സമയത്തൊക്കെ തുറന്നു വിട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. ആ ഒരു ചെറുതോണി ഡാം ഇതാണ്. ഇവിടെ നമ്മൾ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. നമുക്ക് ഈ പറയുന്ന ആർച്ച് ഡാമിലേക്കും അതുപോലെ ചെറുതോണി ഡാമിലേക്കും ഒക്കെ നമുക്ക് അവരനുവദിക്കുന്ന സമയങ്ങളിൽ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും അങ്ങോട്ടുള്ള റോഡ്. അല്ലാത്ത സമയത്ത് അങ്ങോട്ടുള്ള റോഡ് ക്ലോസ് ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ പോയ സമയത്ത് നമുക്കത് കയറാൻ പറ്റിയില്ല. പിന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഏരിയ കാണുന്നത്. ഈ ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ അതിനോട് ചേർന്ന് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിംഗ് ആണെങ്കിലും കൊട്ടവഞ്ചിയിലാണെങ്കിലും, പിന്നെ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. നമുക്ക് ബോട്ടിംഗ് ഒക്കെ എടുക്കണമെങ്കിൽ എടുക്കാം, പിന്നെ നമ്മുടെ സ്കിപ്പ് ലൈൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിന് എല്ലാത്തിനും ഓരോരോ പാസുകളുണ്ട്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞ ബോട്ടിങ്ങും കാര്യങ്ങളും, പെഡൽ ബോട്ടും അതുപോലെ കൊട്ടവഞ്ചിയിലൊക്കെ കയറണമെങ്കിൽ ഈ ഒരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല നീറ്റാണ്. അതായത് എല്ലാം ഒരു പേപ്പർ ഒന്നും ഒരു സാധനം ഇവിടെ കിടപ്പില്ല. പിന്നെ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും വീഡിയോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും എടുക്കാൻ പറ്റും നല്ല അടിപൊളി സ്പോട്ടാട്ടോ. കാരണം ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ നമുക്ക് ആ സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഫോട്ടോ എടുക്കുമ്പോൾ അതിന് പ്രത്യേക ഭംഗിയായിരുന്നു. ഞങ്ങൾ ഒരുപാട് കുറേ നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്പോട്ട് ഉള്ളത്. ഇവിടെ നമ്മളിനി ചെറുതോണിയുടെ അങ്ങോട്ട് പോയിട്ട് വേണം, ടൗണിൽ പോയിട്ട് വേണം പോവാൻ. അപ്പം ഇവിടുന്ന് ഇറങ്ങി നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെയാണ് ചെമ്പൻ കൊലമ്പൻ സമാധി എന്ന് പറഞ്ഞൊരു ഏരിയ കാണുന്നത്. ഇതെന്ന് വെച്ചാൽ ഈ ഇടുക്കി ഡാം പണിയാൻ വേണ്ടി സ്ഥലം ഇദ്ദേഹമാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പുള്ളിയുടെ പേരിലൊരു സ്മാരകം അവിടെ പണിതിട്ടുണ്ട്. നമുക്ക് കയറി ഇതിനകത്ത് ഇരിക്കണമെങ്കിൽ കുറച്ചേരം ഇരുന്നിട്ടൊക്കെ പോകാം, പക്ഷെ ഞങ്ങൾ കയറിയില്ല. അവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും ചെറുതോണി ടൗണിലേക്കാണ് ചെന്ന് കയറുന്നത്. അപ്പം ചെറുതോണി ടൗണിൽ ഈ കാണുന്നതെന്ന് വെച്ചാൽ ചെറുതോണി പാലമാണ്. നമ്മൾ ഫ്ലഡിൻ്റെ സമയത്ത് പാലം തകർന്നു എന്ന്, ചെറുതോണി ഡാമൊക്കെ തുറന്നു വിട്ടപ്പോഴേക്കും പാലം തകർന്നു എന്ന് കേട്ടിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള പാലമാണത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വരുമ്പോഴേക്കും അത് സ്മാരകങ്ങളും കുന്നുകളും മലകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നതാണ് ഇടുക്കി ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ശരിക്കും ഒരു അത്ഭുതമാണ്. കാരണം വലിയ രണ്ട് മലകൾക്കിടയിൽ വലിയൊരു ഡാം പണിത് വെച്ചിരിക്കുകയാണ്. അതാണ് ഈ കാണുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ചെറുതോണി ഡാമിൻ്റെ ഫ്രണ്ട് വ്യൂവും കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് ഫോട്ടോസും വീഡിയോയിലും അത് കിട്ടുന്നില്ല, മരങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടുന്ന് പോയെന്ന് വെച്ചാൽ കാൽവരി മൗണ്ടിലേക്കാണ്. കാൽവരി മൗണ്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ആ വഴി കയറുമ്പോഴേക്കും കാണുന്നൊരു വ്യൂ ആണിത്. അപ്പോൾ ജസ്റ്റ് നമ്മളത് കണ്ടപ്പോഴേക്കും വണ്ടി നിർത്തി ഒന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തുവെന്നേ ഉള്ളൂ. ഈ ഒരു വഴി കയറി മുകളിലോട്ട് വരുമ്പോഴാണ് കാൽവരി മൗണ്ട് ഉള്ളത്. വണ്ടി മുകളിൽ വരെ എത്തും. നമുക്ക് കാറാണെങ്കിലും ട്രാവലറാണെങ്കിലും ബസ്സാണെങ്കിലും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു റോഡാണ്. പിന്നെ കാൽവരി മൗണ്ടിൽ നമുക്ക് ഫീ അവിടെയുണ്ട്, ടിക്കറ്റ് റേറ്റ് വരുന്നുണ്ട്. ടിക്കറ്റ് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കാണെങ്കിൽ 15 രൂപ നിരക്കും, മുതിർന്നവർക്കാണെങ്കിൽ 25 രൂപ നിരക്കുമാണ് ടിക്കറ്റിന് വരുന്നത്.
പിന്നെ പാർക്കിങ്ങിനും സെപ്പറേറ്റ് നിരക്ക് ടിക്കറ്റ് വരുന്നുണ്ട്, അത് 25 രൂപയാണ്. പിന്നെ ഒത്തിരി ഏരിയ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്യാനാണെങ്കിലും ഒക്കെ. പിന്നെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഷോപ്പുണ്ട്, അവിടെ നമുക്ക് ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ പറ്റിയ ഏരിയ ആണ്. അവിടുന്ന് മുന്നോട്ട് വരുമ്പോഴാണ് ഈ ഒരു ഏരിയ ഉള്ളത്. ഇതും കഴിഞ്ഞിട്ടാണ് നമ്മൾ കാൽവരി മൗണ്ട് കാണുന്നത്. ഇതാണ് നമ്മുടെ കാൽവരി മൗണ്ട് എന്ന് പറയുന്നത്. അടിപൊളി സ്ഥലം തന്നെയാണ്. എനിക്ക് ഈ ഒരു ഇടുക്കിയിൽ ഇപ്പോൾ നമ്മൾ വന്ന് കണ്ട കാഴ്ചകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു കാഴ്ചയാണ്. കാരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. നല്ല തണുത്ത കാറ്റാണ് ഇവിടെ. നമ്മൾ ചെല്ലുമ്പോഴേ നല്ലൊരു തണുത്ത കാറ്റടിച്ചിട്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോയിലും വീഡിയോയിലും കാണുമ്പോൾ എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. പിന്നെ ഇവിടെ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റിംഗ് ഏരിയാസ് ഉണ്ട്, അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ തന്നെ അതുപോലെ കുന്നുകളും മലകളൊക്കെ, അപ്പോൾ നമുക്ക് താഴത്തോട്ടൊക്കെ ഇറങ്ങിപ്പോകണമെങ്കിൽ ഇറങ്ങിപ്പോകാം. ഇതും റിസർവറിൻ്റെ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. പിന്നെ നമ്മൾ ഇരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും തണുപ്പ് കൂടി തുടങ്ങി, നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോഴേക്കും കുഞ്ഞ് കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ആകാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മൾ അധികം നേരം, എന്നാലും നമ്മൾ സൂര്യാസ്തമയം വരെ അവിടെ ഇരുന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് അഞ്ചുരുളി പോകാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴേക്കും താമസിക്കുന്നതുകൊണ്ട് നമ്മൾ അതങ്ങ് സ്കിപ്പ് ചെയ്തു. ഇവിടെ കാൽവരി മൗണ്ടിൽ നമ്മൾ വരുമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഈവനിങ് ടൈമോടുകൂടി എത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ ഒരു കോടയും മഞ്ഞും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു തണുപ്പും കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈവനിങ് ടൈം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. നമ്മൾ പിന്നെ കുഞ്ഞ് കരച്ചിലായതുകൊണ്ട് അധികം നേരം നിന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇടുക്കി പോകുകയാണെങ്കിൽ ഈ ഒരു സ്പോട്ടുകളെല്ലാം നിങ്ങൾ മിസ് ചെയ്യാതെ പോവുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.